നമസ്കാരം, ഞാൻ ജയന്താണ്. ഒരു 73 വയസ്സുകാരൻ, ഒരു കിളവൻ്റെ അഴിഞ്ഞാട്ടം. അതല്ലാതെ എനിക്ക് ഈ ചിത്രത്തെ പറ്റി ഒന്നും പറയാനില്ല. എന്താണ് പുള്ളി കാണിക്കുന്നത്? ഞെട്ടിപ്പോവും. കാര്യം ഞാനൊരു വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ 73 75 വയസ്സുള്ള ആൾക്കാരൊക്കെ ഒന്നുകിൽ കിടപ്പിലാണ്, അല്ലെങ്കിൽ വടിയും കുത്തിയൊക്കെ നടക്കുകയാണ്. പക്ഷേ ഈ പുള്ളി എന്താ കാണിച്ചു വെച്ചതെന്ന് നമുക്ക് അറിയത്തില്ല. വേറെ റേഞ്ച് ഫൈറ്റ് ആണെങ്കിലും പല ആക്ഷൻ രംഗങ്ങളാണെങ്കിലും അതിൻ്റെ അവസാനം ഒരു കാർ റേസിംഗ് സീനൊക്കെ ഉണ്ട്. അത് ചിലപ്പോൾ ഡ്യൂപ്പ് ആയിരിക്കാം എന്നാലും മമ്മൂക്കയാണ് പല സീനും ചെയ്തെന്നൊക്കെ പറയുന്നുണ്ട്. വേറെ റേഞ്ച് എന്ന് വെച്ചാൽ അന്യായം. അതേപോലെ എടുത്ത് പറയാനുള്ള നമ്മുടെ രാജ്ബി ഷെട്ടി എന്ന് പറയുന്ന ഒരു നടൻ വില്ലനാണ് ഈ പടത്തിൽ. പുള്ളി വേറെ ലെവല് കേട്ടാ. എന്ന് വെച്ചാൽ മലയാളത്തിൽ നമുക്ക് ചിലപ്പോൾ അത് കാണുമ്പോഴത്തേക്ക് നമ്മുടെ ഹിന്ദിയിലോ ഇംഗ്ലീഷിലൊക്കെ ഉള്ള ഒരു വില്ലനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. കാര്യം മലയാളത്തിൽ ഒരു വില്ലനാണെന്ന് നമുക്ക് പറയാനേ പറ്റത്തില്ല. ആ രീതിക്കുള്ള ഒരു മരണമാസ് വില്ലനും ഒരു 73 വയസ്സുകാരൻ്റെ അഴിഞ്ഞാട്ടം, രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു വൻ സാധനം. മമ്മൂക്കയുടെ കാര്യവും വില്ലൻ്റെ കാര്യവുമേ ഈ പടത്തിൽ നമുക്ക് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടതായിട്ടുള്ളൂ. അല്ലാതെ പടം നിരാശയാണ്. എനിക്കല്ല, എനിക്ക് തോന്നുന്നു പ്രേക്ഷകർക്കൊക്കെ നിരാശയാണെന്നാണ് എനിക്ക് തോന്നുന്നു. കാര്യം പല റിവ്യൂസും ഞാൻ കണ്ടായിരുന്നു. എനിക്കെന്തായാലും പടം പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. മമ്മൂക്കയുടെ അഭിനയവും ആക്ഷൻ രംഗങ്ങളും ഒരു അടിപ്പടം എന്ന് ഉള്ളത് മാറ്റിവെച്ചാൽ പടത്തിൽ യാതൊരുവിധ വേറെ പ്രത്യേകിച്ചൊന്നും ഇല്ല. അതാണ് സത്യം. നാട്ടിൽ നടക്കുന്ന ഒരു ചെറിയൊരു സംഭവത്തിൽ വേറെ ഒരു സ്ഥലത്തേക്ക് പോകേണ്ടി വരുന്ന നായകനും നായികയും നായകൻ്റെ ഒരു കൂട്ടുകാരനും ഇവർക്ക് ആ നാട്ടിൽ ചെന്നിട്ട് സംഭവിക്കുന്ന ഒരു കാര്യം. പക്ഷെ അങ്ങോട്ടങ്ങ് അതിലേക്ക് അങ്ങ് ഇറങ്ങി ചെല്ലാൻ പറ്റുന്നില്ല. കാര്യം 2017 2016 2015 ആയിരുന്നെങ്കിൽ നമുക്കിതിലേക്ക് ഇറങ്ങി ചെല്ലാൻ സാധിച്ചേനെ. പക്ഷേ നമ്മൾ പല പല കാര്യങ്ങളിങ്ങനെ കണ്ടിട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് പറ്റുന്നില്ല. പറ്റാത്തത് കൊണ്ടാണ്. കാര്യം എനിക്ക് തോന്നുന്നു മിഥുൻ മാനുവൽ തോമസ് പണ്ടെന്നോ എഴുതി വെച്ചൊരു കഥയാണ്. ആ കഥ ഇങ്ങനെ ഇരുന്ന് അഴവി പുഴുത്ത് നമ്മുടെ ഈ 2024 ആയപ്പോഴത്തേക്ക് നമുക്കാർക്കും ദഹിക്കുന്നില്ല. ഒരു കഞ്ഞി ആണ് സംഭവം. പടത്തെ കുറ്റപ്പെടുത്തുന്നതല്ല. പടത്തിൽ എടുത്തു പറയേണ്ടതായിട്ട് നമുക്ക് മെസ്സേജ് തരുന്നത് അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ നമ്മുടെ എടുത്തു പറയേണ്ടത് നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിട്ട് അഭിനയിച്ച ബിന്ദു പണിക്കർ. പുള്ളിക്കാരി അങ്ങ് തകർത്ത് ചെയ്തേക്കാണ്. നമ്മുടെ റോഷാക്കിലൊക്കെ പുള്ളിക്കാരി ചെയ്തില്ല. അതേപോലെ പുള്ളിക്കാരി ഇതിൽ പല സീരിയസ് സിറ്റുവേഷൻസിൽ അടിക്കുന്ന ചില കോമഡീസ് വേറെ റേഞ്ചാണ്. നമ്മൾ സത്യത്തിൽ അതിനകത്ത് ചില പൊട്ടിച്ചിരികൾ മുഴങ്ങിയിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബിന്ദു പണിക്കരുടെ സാന്നിധ്യത്തിലാണ്. പിന്നെ മമ്മൂക്കയുടെ ചില കോമഡീസ്, എനിക്ക് നമ്മുടെ മമ്മൂക്കയ്ക്ക് പല കോമഡീസും നമ്മളെ അങ്ങ് ചിരിപ്പിക്കുന്നുണ്ട്. അല്ലാതെ ചില നടന്മാരിങ്ങനെ പറയുമ്പോഴത്തേക്കും നമുക്ക് ചിരിച്ചു കളയാം അങ്ങനെ അല്ല, നമുക്ക് എന്തായാലും ചിരിക്കാൻ പറ്റുന്നുണ്ട്. ഇതിൽ സുനിൽ എന്ന് പറഞ്ഞിട്ടൊരു തെലുങ്ക് നടനുണ്ട്, പിന്നെ ഒരു ഹിന്ദി നടനുണ്ട്, പിന്നെ മലയാളത്തിൽ തന്നെ കുറച്ച് ദിലീഷ് പോത്തൻ, ജോണി ആൻ്റണി, അങ്ങനെ കുറച്ചൊട്ടുനിര ആൾക്കാർ ഇതിനകത്തുണ്ട്. അവർക്കൊക്കെ ചെറിയ അവരുടേതായിട്ടുള്ള ചില കാര്യങ്ങൾ മാറ്റിയാൽ നമുക്ക് എന്തായാലും എടുത്തു പറയേണ്ടതായിട്ട് ഇതിൽ മമ്മൂക്കയും രാജ്ബി ഷെട്ടി. പിന്നെ ഇതിലെ BGM ആണ് എനിക്ക് പറയാനുള്ളത്. ആദ്യം തൊട്ട് അവസാനം വരെയും ആവശ്യമില്ലാതെ കുറേ BGMs ഇങ്ങനെ പോകുന്നു. പക്ഷേ മമ്മൂക്കയ്ക്ക് ഒരു BGM അല്ലെങ്കിൽ വില്ലൻ ഒരു BGM എന്ന് നമുക്ക് ഫീൽ ചെയ്യൂല. എന്തൊക്കെയോ സാധനങ്ങൾ വാരിയിട്ടിങ്ങനെ എൻ്റെ കുറേ സാധനങ്ങളുണ്ട്, എൻ്റെ എന്തൊക്കെയോ ചെയ്യാനായിട്ട് കുറേ സാധനങ്ങളുണ്ട്, ഇതെല്ലാം എനിക്ക് യൂസ് ചെയ്യണം, അല്ലെങ്കിൽ അവർ കുറേ പൈസ എനിക്ക് തന്നതല്ലേ, എല്ലാം ഒന്ന് വർക്ക് ചെയ്ത് കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ പാട്ടേലും കൂടെയൊക്കെ വാരിയിട്ട് അടിക്കുന്ന പോലത്തെ ഒരു BGM വെച്ച് നമ്മുടെ പുലിമുരുകനാണെങ്കിലും വേറെ പടങ്ങളാണെങ്കിലൊക്കെ തന്നെ ഓരോരുത്തർക്കും നമുക്ക് പ്രത്യേകിച്ച് ഓരോ BGMs ഇപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട്. ആ കേട്ട് മറന്ന BGM ഇപ്പോഴും. പക്ഷെ നമുക്ക് ഈ BGM ഒന്നും നമുക്ക് ജസ്റ്റ് കണ്ട് ആ സീനിൽ നിന്ന് അടുത്ത സീനിലേക്ക് മാറുമ്പോൾ നമ്മളത് മറക്കുകയാണ്. അല്ലാതെ ഒരു രോമാഞ്ചം ഉണ്ടാക്കുന്ന ഒരു സീനോ ഒന്നും ഇതിൽ നിന്ന് പ്രത്യേകിച്ച് ഉണ്ടായില്ല. നമുക്ക് സത്യം പറയുകയാണെങ്കിൽ ട്രെയിലർ കാണിച്ച് മലയാളികളെ പറ്റിച്ചു. ഉള്ള കാര്യം പറയല്ലോ, ട്രെയിലർ കാണിച്ച് മലയാളികളെ പറ്റിച്ചു. അതാണ് സംഭവിച്ചത്. പടത്തിനെ കുറ്റപ്പെടുത്തുന്നതല്ല, വേറെ ഒന്നുമല്ല. കാര്യം അറിയാലോ, ഒരുപാട് നാൾക്ക് മുന്നേ എഴുതി വെച്ച ഒരു കഥയായിരിക്കാം. പക്ഷെ അവരുടെ മനസ്സിൽ അതിപ്പോൾ ആൾക്കാർക്ക് ദഹിക്കുമെന്ന് തോന്നിക്കാണാം. അതായിരിക്കും ഇങ്ങനെ ആവാൻ ചാൻസ്. എന്തായാലും നല്ലതാണെങ്കിൽ
എല്ലാവരും കണ്ടിട്ട് നല്ലതെന്നേ പറയും. ഇപ്പം ഞാനാണെങ്കിലും നല്ലതാണെങ്കിൽ നല്ലതെന്നേ പറയും. പക്ഷേ പ്രത്യേകിച്ച് ഒരു നല്ല കണ്ടൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിനകത്തുനിന്ന് നമുക്ക്, പിന്നെ മമ്മൂക്കയെ ഇഷ്ടമുള്ളവർക്കും മമ്മൂക്ക ഫാൻസിനൊക്കെ വന്ന് കണ്ട് രസിച്ച് തുള്ളി പോകാൻ പറ്റുന്ന ഒരു ചിത്രം. സാധാരണ ഒരാൾക്കിപ്പോൾ കയറി കണ്ടാൽ എന്തൊക്കെയോ കാണിക്കുന്നു, എന്തോ ഒരു കഥ ഫീലല്ല. പ്രത്യേകിച്ച് അതൊന്നും നമുക്ക് ഈ ഒരു ചിത്രത്തിൽ നിന്ന് എനിക്കെന്തായാലും കിട്ടിയിട്ടില്ല. നിങ്ങൾ കിട്ടുമെങ്കിൽ നിങ്ങൾ എന്തായാലും കണ്ടിട്ട് നിങ്ങൾ പറയണം. സത്യം പറഞ്ഞാൽ ഈ കഞ്ഞിയുടെ അവസ്ഥയാണ് പടം ഉള്ളത് പറയാലോ. കഞ്ഞിയുടെ അവസ്ഥയാണ് പടം.